രാജിയില്ലെന്ന് പരോക്ഷ സൂചനയുമായി പി.വി. അൻവർ എം.എൽ.എ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പരാമർശം. ഒരു ചാനലിന്റെ പേരിലുള്ള വ്യാജ സ്ക്രീൻഷോട്ട് തള്ളിക്കൊണ്ടാണ് പോസ്റ്റ്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, രാവിലെ മുതൽ തന്നെ പി.വി. അൻവർ എം.എൽ.എ. നിലമ്പൂരിൽ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ പല അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ഇടതുമുന്നണിയുടെ പല പ്രമുഖ നേതാക്കൾ ഫോൺ വിളിച്ചിട്ടും പി.വി. അൻവർ ഫോൺ എടുക്കുന്നില്ലെന്ന ഒരു പരാതിയും ഉയർന്നിരുന്നു. അതായത് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പി.വി. അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് മുതൽ അൻവർ ഇടതുമുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമോ എന്ന തരത്തിൽ അടക്കമുള്ള ചർച്ച നടന്ന ഒരു സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കി വീണ്ടും പി.വി. അൻവർ രംഗത്ത് വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പി.വി. അൻവറിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. രാജിയില്ല എന്ന പരോക്ഷ സൂചനയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പി.വി. അൻവർ വ്യക്തമാക്കുന്നത്. ഒരു ചാനലിന്റെ പേരിലുള്ള വ്യാജ സ്ക്രീൻഷോട്ട് തള്ളിക്കൊണ്ടാണ് പി.വി. അൻവർ ഇപ്പോൾ പുതിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ജയിച്ചത് CPM-ന്റെ സൗജന്യത്തിൽ അല്ല എന്നായിരുന്നു ആ ചാനലിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ തൻ്റെ പോരാട്ടം ചില പുഴുക്കളോടാണെന്നും പാർട്ടി സഖാക്കളെയും തനിക്ക് വേണ്ടി രാവന്തിയോളം പണിയെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും തള്ളിപ്പറയില്ല, അവരെ നിരാശരാക്കുന്ന ഒരു തീരുമാനവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നാണ് അൻവർ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അൻവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാലൊന്നും ചോദ്യങ്ങൾ ഇല്ലാതാവില്ലെന്നും പി.വി. അൻവർ എം.എൽ.എ. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട് അൻവറിന്റെ കാര്യത്തിൽ. എന്തായാലും ആ പത്രസമ്മേളനം ഒരു സസ്പെൻസായി നിലനിൽക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, M.V. ഗോവിന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നേരത്തെ പി.വി. അൻവറിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സർക്കുലർ പുറത്തിറങ്ങിയിരുന്നു. പി.വി. അൻവർ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന തരത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് CPM-ന്റെ നിർദ്ദേശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി.വി. അൻവർ ഇന്ന് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അൻവർ പറഞ്ഞാൽ വീണ്ടും ഞാനും പറയും എന്ന തരത്തിൽ പി.വി. അൻവറും മുഖ്യമന്ത്രിയും CPM-ഉം നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലമ്പൂർ നമുക്കറിയാം, കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളമായ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി 2 തവണ മണ്ഡലം പിടിച്ചെടുത്ത വ്യക്തിയാണ് പി.വി. അൻവർ. പി.വി. അൻവറിന് പ്രാദേശികമായി CPM-ന്റെ സാധാരണ പ്രവർത്തകരുമായി നല്ല അടുത്ത ബന്ധമാണുള്ളത്. അതോടൊപ്പം തന്നെ അൻവറിന്റെ മുൻപത്തെ കോൺഗ്രസ് ബന്ധം പോലും ഉപയോഗപ്പെടുത്തിയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ എന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്ന് അൻവർ ജയിച്ചു വരുന്നത്. അവിടെയാണ് അൻവറും സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടി അണികളെ ആവേശഭരിതരാക്കുന്ന നിരവധി പോസ്റ്റുകൾ നമുക്കറിയാം. മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുമായി അൻവർ നടത്തിയ നേർക്കുനേർ പോരാട്ടം നമുക്കറിയാം. അത്തരത്തിൽ അൻവറിന്റെ പാർട്ടി അണികൾ, സംസ്ഥാനത്തെമ്പാടുമുള്ള പാർട്ടി അണികൾക്ക് അൻവർ വലിയ ആവേശമായിരുന്നു. ആ അൻവർ ആണിപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അൻവറും പാർട്ടിയും നല്ല രസത്തിലല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പല രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാൻ നമുക്ക് ഏതാനും സമയം വരെ മാത്രം കാത്തിരുന്നാൽ മതി. അൻവറിന് പിന്നിൽ പാർട്ടിക്കകത്തെ ഒരു പ്രബല ശക്തിയുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട്. ആരാണ് അൻവറിനെ സംരക്ഷിച്ച് നിർത്തുന്നത്? പാർട്ടിക്കകത്തെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോട് കൂടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ പി.വി. അൻവർ പട നയിക്കുന്നത് എന്നൊരു ആരോപണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ, എന്നൊരു അഭ്യൂഹം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പടരുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ അന്ത്യശാസനം, സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അന്ത്യശാസനം തള്ളിക്കൊണ്ടാണ് പി.വി. അൻവർ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പരസ്യ പ്രതികരണത്തിന് മുതിരുന്നത്. അൻവർ രാജിവെക്കുമോ ഇല്ലയോ എന്നെല്ലാം തന്നെ നമുക്ക് അല്പസമയത്തിന് അകം അറിയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ അൻവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ട പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് രാജിയില്ല എന്ന പരോക്ഷ സൂചന തന്നെയാണ് അൻവർ നൽകുന്നത്. തൻ്റെ പോരാട്ടം ചില പുഴുക്കളോടാണ്. പാർട്ടി സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും തള്ളിപ്പറയാൻ ഞാൻ തയ്യാറല്ല. അന്തിയോളം തൻ്റെ കൂടെ പണിയെടുത്താണ് തന്നെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ പാർട്ടി പ്രവർത്തകർ ജയിപ്പിച്ചത്. അവരെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് പി.വി. അൻവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അൻവറിന്റെ പോരാട്ടം CPIM-നെതിരെയാണ്, CPIM സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ്, സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടേറിയറ്റും അൻവറിനോട് പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറഞ്ഞിട്ടും അൻവർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്ത് നടപടിയായിരിക്കും പാർട്ടി സ്വീകരിക്കുക, അല്ലെങ്കിൽ അൻവറിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയായിരിക്കും ഉണ്ടാകുക എന്നതിനാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാത്തിരിക്കുന്നത്. കാളിദാസ്, തീർച്ചയായും അല്പസമയത്തിനകം അൻവറിന്റെ പത്രസമ്മേളനം ആരംഭിക്കും. നീതിക്ക് വേണ്ടി അൻവർ തീയാവുമോ ഇടുത്തിയാവുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം.